എന്താണ് ഇതിനെല്ലാം പറയേണ്ടത്? ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിന്റെ ഏറ്റവും വലിയൊരു ഉത്സവമാണ്. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് നമ്മുടെ അമ്മമാരുടെ സഹോദരിമാരുടെ ഒരു ശബരിമല എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ജാതി മത ഭേദമന്യേ എല്ലാ അമ്മ പെങ്ങന്മാരും പൊങ്കാലയിടാൻ വരുന്നൊരു സ്ഥലമാണ്. ഇത്തരം ഇതൊക്കെ, അതായത് നമുക്കറിയാം അവരൊരു സ്ത്രീയാണ്. ഞാൻ അവരെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്തത് മോശമാണോ എന്നൊന്നും പറയാനല്ല. അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഒരു സ്ത്രീയാണ്, സ്ത്രീക്ക് എന്താണോ അത് തന്നെയാണ് അവിടെ എന്താ പറയേണ്ടത്. ഇത് ആര് ചെയ്തതായാലും വളരെ മോശമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മ സഹോദരിമാര് എല്ലാവരും വളരെ ഭക്തിയോട് കൂടിയിട്ട് പൊങ്കാലയിടാൻ വരുന്നതാണ്. നമ്മുടെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയിടാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും തിരുവനന്തപുരത്തിന്റെ നഗരത്തിൽ ഈ ഒരു ദിവസം ഭയങ്കരമായ തിരക്കായിരിക്കും. കാരണം ഞാനൊക്കെ കുഞ്ഞുനാളിലൊക്കെ നാട്ടിലുള്ള സമയത്ത് ശബരിമല അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോവുകയും അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുത്ത് പോകുന്ന അമ്മയ്ക്കും അല്ലെങ്കിൽ സഹോദരങ്ങൾക്കൊക്കെ വെള്ളവും മറ്റും എന്തെങ്കിലുമൊക്കെ ആഹാരങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഇപ്പൊ കുറെ വീഡിയോസ് ഇങ്ങനെ പലരും വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അവരുടെ ശരീരഭാഗങ്ങളൊക്കെ കാണിച്ചു കൊണ്ടിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നീലക്കുയിൽ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഐഡിയിൽ നിന്നാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത്. കാരണം ആ ചങ്ങായി സ്ത്രീകളുടെ എന്താണ് കാണാൻ വേണ്ടിയിട്ട് മാത്രം, അവന് വ്യൂസിന് വേണ്ടിയിട്ട് മാത്രം ഇത്തരം ഭാഗങ്ങൾ മാത്രം ഷൂട്ട് ചെയ്ത് അവന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യും. പക്ഷേ ആ മോനോട് പറയാനുണ്ടായിരുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ. മോനെ എന്ന് വിളിച്ചാൽ അതിന്റെ മുമ്പിൽ ഞാൻ നിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്തു മോനെ എന്നേ വിളിക്കുന്നുള്ളൂ. നിന്നോട് പറയാനുള്ളത്, നിനക്ക് എന്ത് തന്തയില്ലായ്മത്തരം ഒക്കെ കാണിക്കാൻ നീ കാണിച്ചോ, അത് നിന്റെ ഇഷ്ടമാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങളിലെങ്കിലും നിന്റെ ഈ തന്തയില്ലായ്മ തരം ഒഴിവാക്കാമായിരുന്നു. കാരണം ഒരു സ്ത്രീ അവരുടെ വിശ്വാസത്തിന്റെ പ്രമാണം അനുസരിച്ചിട്ട് അവിടെ വന്നിട്ട് പൊങ്കാല ഇടാൻ നിൽക്കുമ്പോൾ എന്തായാലും ഒരു സാധാരണ സ്ത്രീ, നമുക്ക് അമ്മയുണ്ട്, പെങ്ങളുണ്ട്, മകളുണ്ട്, എല്ലാവരും ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ഉള്ള അതേ ഒരു ശരീരം തന്നെയായിരിക്കും, അല്ലെങ്കിൽ അത് തന്നെയായിരിക്കും ആ സ്ത്രീക്കും ഉള്ളത്. അവരെന്തോ ആയിക്കോട്ടെ, അത് ആഫ്റ്റർ ഓൾ അത് വിട്ടേക്ക്. പക്ഷെ ഈ കാണിച്ച തന്തയില്ലായ്മ തരം വളരെ മോശമാണ്. അത് നമ്മുടെ എന്താ പറയാ, ആ പൊങ്കാലയിടാൻ വന്ന എല്ലാ സഹോദരിമാരുടെയും അമ്മമാരുടെയും ഒക്കെ ഇതിനെ ചോദ്യം ചെയ്യുന്നത് പോലെയായി. കാരണം ഈ വീഡിയോയുടെ കമന്റിലൊക്കെ തന്നെ പലരും വന്ന് ചോദിക്കുന്നത്, ഒന്നുമില്ലെങ്കിലും ആ പൊങ്കാല കലമെങ്കിലും ഒന്ന് കാണിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കിയൊക്കെയുള്ള ഒരു കമന്റുകളൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമം തോന്നിപ്പോയി. നീ ചെയ്ത തന്തയില്ലായ്മത്തനമാണ്, ഇനിയെങ്കിലും ആവർത്തിക്കരുത്. കാരണം നിനക്കും, നിന്നെ പ്രസവിച്ചതും ഒരു അമ്മയാണ്, നിന്നെ മുലയൂട്ടിയതും ഒരു അമ്മയാണ്, നിന്നെ വളർത്തിയതും ഒരു അമ്മയാണ്. നിന്റെ അമ്മയ്ക്കുള്ള എല്ലാമാണ് ആ സ്ത്രീക്കുമുള്ളത്. അവര് എങ്ങനെ ആയിക്കോട്ടെ, അവർ ഏത് രീതിയിൽ ജീവിക്കുന്ന സ്ത്രീ ആയിക്കോട്ടെ, അതല്ല ഇവിടുത്തെ വിഷയം. പക്ഷെ ഈ കാണിച്ച മോശം വളരെ മോശമായിപ്പോയി. കാണിച്ചത് വളരെ മോശം. നീ കാണിച്ചത് തന്തയില്ലായ്മത്തരാണ്. കാരണം ഒരുപാട് അമ്മ പെങ്ങന്മാരുടെ വിശ്വാസം അനുസരിച്ച് പൊങ്കാലയിടാൻ വരുന്ന ഒരു സ്ഥലത്ത് നിന്റെ ഈ തന്തയില്ലായ്മത്തരമായ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഇനിയും നിന്റെ ഈ തന്തയില്ലാത്ത പരിപാടി നിർത്തുക. വല്ല ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കാൻ നോക്കുക കേട്ടാ പുന്നാര മോൻ.